ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെൽഡിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. അതായത് ഇലക്ട്രോഡ്, ആംബിയർ, പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ. സോ കുറച്ച് പേരൊക്കെ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം അത് ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട. നമ്മൾ ഇനിയുള്ള 10 ദിവസങ്ങളിൽ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. കൂടുതലായിട്ട് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ബ്രെയിനിൽ ഇരുത്താൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ അധ്യാപകരാണെന്നുണ്ടെങ്കിൽ പോലോ, അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ വരുമ്പം അവരെന്ത് ചെയ്യും, ഫസ്റ്റ് അതൊക്കെ ഒന്ന് പഠിക്കും. അപ്പം എല്ലാവരും മറന്നു പോകും. ഓക്കെ, ഇപ്പോൾ ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറയും. നമ്മളൊരു കാര്യം പഠിച്ച് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ മറന്നു പോകും. നമ്മൾ ഓരോ പുതിയ പുതിയ കണ്ടന്റ് പഠിച്ചു പോകുമ്പോൾ പഴയത് ഇങ്ങനെ മറന്നു വരുന്നുണ്ടാവും. സോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അത് തിരിച്ചു പോയിട്ട് വായിച്ചു നോക്കുക. അപ്പം നമുക്ക് വീണ്ടും അത് ഓർമ്മ വരും. അങ്ങനെ കുറേ തവണ വായിക്കുമ്പം അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ്. സോ ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഇലക്ട്രോഡ്, ആംബിയർ, പ്ലേറ്റ് എന്നുള്ളതാണ്. സോ നമുക്ക് വലിയ കോഡൊന്നും ഇല്ല, എന്നാലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു രീതിയിൽ ഒന്ന് നോക്കാം. അപ്പം ആദ്യം ഇലക്ട്രോഡാണ്. സോ ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ്, 1/16 എഴുതുക. പിന്നെ ഇവിടെ അത് 3/16 ആണ്. 3/16. ഓക്കെ, 3/16 എന്ന് പറയുമ്പോൾ അപ് ടു ആണ്. അപ് ടു 3/16. 1/16 ആണ്. ഇവിടെ വന്നപ്പം 3/16 ആയി. ഓക്കെ, സോ ഇവിടെ ആംബിയർ എന്ന് പറയുന്നത് നമ്മൾ 20-40 ആണ്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ലൈൻ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ലൈൻ എന്തായാലും ഓർത്തന്നെ ഇരിക്കുക. ഓക്കെ, രണ്ടാമത്തെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഈ ഒരു 3 അല്ലേ, ഈ ഒരു 3നെ ഇവിടെ കൊണ്ടുവരിക. 3, ഈ ഒരു 16നെ നമ്മൾ ഇരട്ടിയാക്കുക. 32 ഇഞ്ച്. ഓക്കെ, സോ ഇവിടെ വരുന്ന സമയത്ത് അപ് ടു തന്നെയാണ്. അപ് ടു. ഓക്കെ, ഈ ഒരു 1. ഓക്കെ, ആദ്യത്തെ ഈ ഒരു വരിയിലെ 1, രണ്ടാമത്തെ ഈ ഒരു വരിയിലെ 4. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കാം. ഇവിടെ വരുന്ന സമയത്ത് 40, രണ്ടാമത്തെ 125. ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്നുണ്ടെങ്കിൽ 1, 2, പിന്നെ 1, 2, 2, 3, 5. അതങ്ങനെ വേണ്ട, അല്ലാതെ തന്നെ ഓർത്തിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം മൊത്തത്തിലാകുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. കാരണം ഞാൻ പറഞ്ഞത് ഒരുപാട് വട്ടം എഴുതി നോക്കണം, അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ കണ്ടുപോയാൽ മനസ്സിലാവത്തില്ല. ഓക്കെ, 125 എഴുതി നോക്കുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് കത്തും. ഓക്കെ, രണ്ടാമത് പിന്നെ ഇത് കാണാതെ പഠിക്കുക. 1/8 ഇഞ്ച്. ഇവിടെയും 1/8 ആണ്. പക്ഷെ 1/8 എന്ന് പറയുമ്പോൾ എബോ ആണ്. എബോ പ്ലേറ്റ് ആണ്, ആംബിയർ ആണ്, ഇലക്ട്രോഡ് ആണ്. സോ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് 75, 175 പകരം 185. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി 1, 3, 1 എത്രയാണ്, 5 ആണ്. ഇവിടെ അത് എഴുതാം, 5. പിന്നെ ഈ നടുക്കലത്തെ എടുക്കുക, 32. ഓക്കെ, സോ ഇവിടെ വരുന്ന സമയത്തും അതുപോലെ തന്നെ നടുക്കലത്തെ എടുക്കുക. പക്ഷേ എബോ ആണ് 1/4. ഓക്കെ, ക്ലിയർ ആയില്ലേ. അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ എടുക്കുക, 3/16. രണ്ടാമത്തെ എടുക്കുക അപ് ടു 1/4. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടുത്തെ നോക്കണം. ഇവിടുത്തെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഇപ്പം 1/4 വരെ ഇതാ എടുത്ത് വെച്ചേക്കുന്നത്. ഇവിടെ 1/8 അല്ലേ, 1/8ന് പകരം നമ്മൾ അതിന് 3/8 ആയിട്ട് എഴുതാം. 3/8 എബോ ആണ്. എബോ 3/8. ഇവിടെയും സെയിം വാല്യൂ ആണ്, ഇതിന് നേരെ 3/8 എബോ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ ഒക്കെ ഒന്ന് കൊടുക്കാം. 75, 185 ആണ്. ഓക്കെ, ഇനി അടുത്തത് 105, 250. 250ൽ നിന്ന് 100 കുറയ്ക്കണം. ഓക്കെ, 100 കുറയ്ക്കണം. 140 വരിക. 140 ഒരു എഴുതി തന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അതാണ്. 140. ഇവിടെ വരുന്ന സമയത്ത് 305 ആവും. 305 ആകും. 305 എന്ന് പറഞ്ഞാൽ 200, 305. ഇവിടുന്ന് 200 എടുത്താൽ മതി. 200, 305. അത് നമ്മൾ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ എഴുതി തന്നെ പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് അത് ഓർത്തിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാവും ഇങ്ങനെ നോക്കി പഠിക്കുകയാണെങ്കിൽ. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റ് ഒന്നുകൂടെ എഴുതാം. ലാസ്റ്റ് ഒരു സംഖ്യ കൂടെ വരുന്നുണ്ട്. അതായത് 1/16 ഇഞ്ച്. 1/16 ഇഞ്ച് ആൻഡ് 1/16 അല്ല, 5/16 ഇഞ്ച്. ഓക്കെ, 5/16 ഇഞ്ച് ആൻഡ് 1/2. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന് അനുപാതമായിട്ടുള്ള പ്ലേറ്റ് തിക്നെസ് ചോദിച്ചിട്ടുള്ളതാണ്. 1/2 ഇഞ്ച്. സോ ഇവിടെ വരുമ്പം 450, 275 വരുന്നത്. 450, 275.
സോ ഈ ഒരു 3ന്റെ നേർക്ക് ഈ 450 കുറച്ചിട്ട് 430 വരും. 430 ഓക്കെ. എന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് 210 430 ഓക്കെ. അപ്പം ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. ഞാൻ ഒന്നുകൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഓർക്കുക, എല്ലാവരും മറക്കും. മറവി സ്വാഭാവികമാണ്. നമ്മൾ നല്ല രീതിയിൽ അത് ആവർത്തിച്ച് വായിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി തന്നെ നോക്കുക. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവണം. നമുക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പം നമ്മൾ പഠിച്ചതാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. അതാണ് വേണ്ടത്. സോ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബോക്സിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. നമ്മുടെ സിലബസിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഒരു ചോദ്യത്തിനേക്കാളും നമുക്ക് നല്ലത് ഇങ്ങനെ സിലബസിനുള്ളിൽ ഒരു ബോക്സിൽ നിന്ന് ചോദ്യം വന്ന് കട്ട് ഓഫ് കുറയുന്നതാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ടുള്ളവർക്ക് എഴുതാൻ പറ്റും. പഠിക്കാത്തവർ ഒരുപാട് പേരുണ്ടായിരിക്കും, അവർ എഴുതത്തില്ല. അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് കുറയുകയും ചെയ്യും, സിലബസിനുള്ളിൽ നിൽക്കുകയും ചെയ്യും. ഓക്കെ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യത്തിന് കൂടുതൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഒരു ചോദ്യം വന്നാൽ നമ്മൾ പെട്ടു പോവാതിരിക്കാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, താങ്ക് യു.